അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബഹുമാനപ്പെട്ടവർ എത്ര കൊല്ലമാണ് ഈ വീട്ടിൽ താമസിച്ചത്? മൊത്തത്തിൽ 23 വർഷമുണ്ട്. ആ അതിൽ 10.5 വർഷം മുകളിലാണ്. ആ മുകളിൽ നിന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. താഴത്തേക്ക് ഈ പുറത്തെ ഒരു മണൽത്തരി പോലും അവർ ചവിട്ടിയിട്ടില്ല. ആ 10.5 കൊല്ലം ആ റൂമിൽ തന്നെയാണ്. താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങലുണ്ട്, ഈ മജ്ലിസ് നടക്കലുണ്ട് ഇവിടെ. ഈ മജ്ലിസിലേക്ക് ചില ടൈമിൽ ഇറങ്ങി വരുത്തുന്നുണ്ട്. അതല്ലാതെ താഴത്തേക്ക് ഇറങ്ങി വന്നത് ബഹുമാനപ്പെട്ടവരെ പരലോകത്തോടൊക്കെയുള്ള യാത്രക്ക് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഒരു ബഹുമാനപ്പെട്ട ഉസ്താദ് CM മടവൂർ തങ്ങളെ ഏത് രീതിയിലാണ് സിയാറത്ത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന് ഒരുപാട് ഫലങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് എനിക്കൊന്നും അറിയാത്ത ഒരു വിഷയമാണ്. ഞാൻ പോയിരുന്നു CM മടവൂരിലേക്ക്. നേരിട്ട് CM മടവൂരിൻ്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്തതാണ്. പിന്നെ അവിടെ നിന്ന് മമ്പുറം പോയിരുന്നു. ഇത് ഇവിടെ ഫാമിലിയായി ഔലിയാക്കന്മാരുള്ളത്, ഒറ്റ ഫാമിലി എല്ലാവരും ഔലിയാക്കന്മാരാണെന്ന് അറിയുകയില്ല. കാഫിലക്കാരനും പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് ആൾക്കാർ കാഫിലക്കാരൻ്റെ മടവൂർ കാഫില അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അദ്ദേഹം ചെയ്യുമ്പോൾ ആരും ഇപ്രകാരം പറഞ്ഞതില്ല. ഇവിടെ ഒരു സിസ്റ്റമാറ്റിക്കായി സിയാറത്ത് ചെയ്യുന്ന, അതുകൊണ്ട് ഫലം നേടുന്ന ഒരു ഉസ്താദാണ്. പരിഹാരം ലഭിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരിഹാരമെന്നാൽ അത് യാത്രയിലാണ് അദ്ദേഹത്തിന് പരിഹാരം കിട്ടിയത്. യാത്രയെന്ന് പറഞ്ഞാൽ പിരിവായിരിക്കും ഉദ്ദേശം. നല്ല രീതിയിൽ പിരിവ് കിട്ടിയാൽ അതിനെ പിന്നെ ആവർത്തിക്കും. ഇതാണ് ശരിയായ വഴി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കാം. CM വലിയുള്ളാഹിയെ സിയാറത്തിന് പോകുന്ന സമയത്ത് ആദ്യമായി CM വലിയുള്ളാഹിയുടെ ഉമ്മയുടെ ചാരത്ത് പോയി ഒരു ഫാത്തിഹ ഓതി. പിന്നെ അങ്ങോട്ട് കയറിയാൽ മഹാനവറുടെ സഹോദരിയാണ്, അവിടെ ഒരു ഫാത്തിഹ ഓതി. അപ്പുറത്ത് അവരുടെ സഹോദരൻ, അവരുടെ പേരിൽ ഫാത്തിഹ ഓതി. വല്യുപ്പാൻ്റെ ചാരത്ത് പോയി ഫാത്തിഹ ഓതി. പിന്നെ CM വലിയുള്ളാഹിൻ്റെ ഉപ്പയുടെ ചാരത്ത് വന്ന് അവിടെ നിന്നും ഫാത്തിഹ ഓതി. പിന്നെയാണ് സാധാരണ CM വലിയുള്ളാഹിയുടെ ചാരത്തേക്ക് പോകാറുള്ളത്. അവിടെ ചെന്ന് ഫാത്തിഹ ഓതി, അവിടുന്ന് ഖുർആൻ ഓതിയത് ഹദിയ ചെയ്ത് ദുആ ചെയ്ത് പിന്നെ നേരെ CM വലിയുള്ളാഹിയോട് കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ആ കാര്യം അവിടുന്ന് കേൾക്കുന്നു, അവിടുന്ന് പരിഹാരം തരുന്നു. ജീവിതകാലത്ത് എന്ന പോലെ തന്നെ നമ്മോട് പ്രതികരിക്കുന്നത് പോലെ അനുഭവപ്പെടും. അതുകൊണ്ട് വലിയ ഫലവും ഉണ്ടാകാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുണ്ടായത് യാത്രകളിലാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് CM വലിയുള്ളാഹിയെ സിയാറത്ത് ചെയ്യണമെങ്കിൽ ആദ്യം CM അവരുടെ ഉമ്മയുടെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യണം. അവിടെ ഫാത്തിഹ, ഖുർആൻ എല്ലാം ഇവിടെ ഓതി, അതിന് ശേഷം സഹോദരിയെ സമീപിച്ച് അവിടെ പോയി അവിടെ സിയാറത്ത് ചെയ്ത് അവിടെ ഖുർആൻ ഓതി, യാസീൻ ഓതി, ദുആ ചെയ്ത് അതിൻ്റെ ശേഷം സഹോദരൻ്റെ അടുത്ത് പോയി അവിടെ പോയി സിയാറത്ത് ചെയ്ത് ഖുർആൻ ഓതി, അതുപോലെ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ് അതിനുശേഷം വലിപ്പാൻ്റെ അടുത്ത് പോയി. CMൻ്റെ വലിപ്പ ഉണ്ടല്ലോ, അദ്ദേഹം ഔലിയാണ്. അവിടെ പോയി അവിടെ ദുആ ചെയ്ത് അവിടെ യാസീൻ ഓതി എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തിലേക്ക് ഈ സീരിയൽ തെറ്റാൻ പാടില്ല.
ഇത് പ്രകാരമേ പോകണം. ചോദിച്ചു പോയാൽ മതി, അവിടെ പറഞ്ഞു തരാൻ ആളുണ്ടാകും. ഉപ്പയുടെ സിയാറത്ത് ചെയ്ത് അതിൻ്റെ ശേഷമാണ് CM മടവൂർ ഖദ്ദസല്ലാഹു സിർറ അവിടെ പോകേണ്ടത്. അദ്ദേഹത്തെ അവിടെ പോയി എല്ലാ ആവലാദികളും പറഞ്ഞാൽ ഹയാത്ത് കാലത്ത് ഏത് രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്, ഏത് രീതിയിലാണ് ഫലം തന്നത്, പരിഹാരം തന്നത്, അത് പ്രകാരം ഇപ്പോഴും മറപ്പെട്ട് കടന്നാലും അവിടെ പോയി ഈ രീതിയിൽ സിയാറത്ത് ചെയ്താൽ ഫലം ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്, ബഹുമാനപ്പെട്ട ഈ ഉസ്താദ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിൻ്റെ മുറ പോലെ ചെയ്താൽ, വഴിയായി ചെയ്താൽ കൂലിയും അധികം കിട്ടും, പരിഹാരവും കിട്ടും. ഇദ്ദേഹത്തിന് യാത്രയിൽ ഫലം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. യാത്ര ഞാൻ മനസ്സിലാക്കുന്നത് അത് പിരിവായിരിക്കുമെന്നാണ്. അപ്പോൾ പിരിവ് നല്ല പോലെ കിട്ടിയാൽ ഇതുകൊണ്ടാണ് കിട്ടിയത് എന്ന് അദ്ദേഹം വിശ്വസിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അള്ളാഹുവിനോട് ഒന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് അവിടെ പറഞ്ഞാലും അള്ളാഹുവിനെത്തും. അള്ളാഹു ആണല്ലോ അവർക്ക് കൊടുക്കുന്ന കഴിവ്. ആ കഴിവിൽ നിന്നാണ് നമുക്ക് ഒരു ഓഹരി തരുന്നത്. അപ്പോൾ നമ്മൾ പോയി മടവൂരിൽ നേരെ പോയി എവിടെ സിയാറത്ത് ചെയ്താൽ നമുക്ക് എങ്ങനെ ഫലം കിട്ടും? ഫലം കിട്ടാൻ വഴിയില്ല. ഇത് ഇങ്ങനെ ഈ സീരിയൽ പ്രകാരം പോകണം. വഴിയായി ഉമ്മ, സഹോദരി, സഹോദരൻ, ബലിപ്പാൻ്റെ അടുത്ത്, ഉപ്പയുടെ അടുത്ത് പോയി പിന്നെ CM മടവൂരിൻ്റെ അടുത്ത് പോയാൽ ഫലം കിട്ടും. അപ്പോൾ നമ്മൾ ഒരിക്കൽ പോയി അവിടെ ഫലം കിട്ടില്ല എന്ന് മതിയാക്കി പിന്നെ പടച്ചവൻ്റെ മാത്രം, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ എത്രയാണ് ഈ ദുനിയാവിൽ കഷ്ടമുള്ളത്, നഷ്ടമുള്ളത്, ബുദ്ധിമുട്ടുള്ളത്, ഇതെല്ലാം സഹിച്ച് നമ്മൾ ജീവിക്കുന്നത് നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് കൊണ്ടാണ്. അതിനെ വിട്ട് നമ്മൾ ഇങ്ങനെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞ് ഔലിയ ചമയുന്നവരോടും ഔലിയാക്കൾ ഉണ്ടാക്കിയതും ഔലിയ എന്ന് ഇവർ കരുതിയ ആൾക്കാരെല്ലാം ഔലിയ ഉണ്ടാക്കിയതും ഇതെല്ലാം ചരിത്രം ഒരുപാട് നമ്മൾ പറഞ്ഞതാണ്. അവിടെ എല്ലാം ചോദിച്ച് അതുകൊണ്ട് ഫലം നേടണം. ഇത് അള്ളാഹു നമുക്ക് കാണുന്നില്ലല്ലോ. ഇത് ഇവരുടെ മഖ്ബർ നമുക്ക് കാണുന്നു, ഇവരെ കബറടക്കിയത് നമുക്ക് ചരിത്രമുണ്ട്. അതുപോലെ ഹയാത്ത് കാലത്ത് അവർക്ക് ചെയ്തതായിരിക്കും ഒരുപാട് കറാമത്തുകൾ കുട്ടികൾ ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ ജിബ്രീലിനോടും മീക്കായിലിനോടും സ്വർഗം വാങ്ങിക്കോളൂ, സ്വർഗം കൊടുക്കാൻ പറയൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജിബ്രീലിൻ്റെ കൂടെ നടന്നത് ഇതെല്ലാം ചരിത്രം ഉണ്ടാകും. സാക്ഷിയായി ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ണിലേക്ക് കാണാത്ത പടച്ചവനോട് ചോദിച്ചാൽ എന്താണ് ഫലമുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ചിന്തിച്ചിട്ട് ഇതുപോലെ ഈ പ്രകാരം നിങ്ങൾ വലിയ ഒരു ഉസ്താദാണ്, ഇത് ചെറിയൊരു സാധാരണ ഒരു ഉസ്താദല്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചാൽ ഇദ്ദേഹം പോകുന്നിടത്തേക്ക് നമുക്കും പോകാം. ഇദ്ദേഹത്തെ പിൻപറ്റി ഇദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്താൽ നമുക്ക് ഇദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പോകാം. പിന്നെന്താണ് പറയേണ്ടത്? ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കണം, നല്ലപോലെ മനസ്സിലാക്കി നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മതി. ഏത് ശരി ഏത് തെറ്റ് എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പഠിപ്പുള്ളവനും അറിയാത്തവനും എല്ലാവർക്കും ഇപ്പോൾ നല്ല ബോധം വരുന്ന കാലമാണ്. എല്ലാ അറിവുകളും നമ്മളെ കയ്യിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് നമുക്ക് ഏത് ശരിയാണെന്ന് കരുതി അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്തെടുക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. നിങ്ങളുടെ കാര്യം ഒന്നും ബാക്കിയാവുകയില്ല. എല്ലാം നല്ല രീതിയിൽ മുറ പോലെ അത് അള്ളാഹു തആല നമ്മളെ സഹായിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇവിടുത്തെ സുഖവും അതേപോലെ ഇവിടുത്തെ ഒരുപാട് ആഡംബര ജീവിതം, ആർഭാട ജീവിതത്തെ കൊതിച്ച് നമ്മൾ കിട്ടിടത്തേക്കെല്ലാം പോയി ചോദിക്കുന്നതല്ല. അള്ളാഹുവിനോട് ചോദിച്ചാൽ ഒരു മിതമായിരിക്കും അള്ളാഹു തരുന്നത്. അമിതമായ സൗകര്യങ്ങളും സുഖവും നമുക്ക് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന് നമ്മൾ പഠിച്ചാലും കരുതിയാലും ചെയ്താലും മതി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.